ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. എനിക്ക് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമാണ്. സൺഡേ ഡ്യൂട്ടി ഉണ്ട്. 8 മണിക്കാണ്. ഇപ്പം 7:15 ആവാറായി. അപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അതുകൂടാണ്ട് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഏട്ടയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നൈറ്റ് നല്ലൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ കാര്യം നമുക്ക് വീട്ടിൽ നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പയും ഏട്ടായും അല്ലുവാവൊക്കെ ആ ഫംഗ്ഷന് പോകും. അപ്പം ഉച്ചയാകുമ്പോഴേക്കും ഞാൻ എത്തും ഡ്യൂട്ടി കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും വരുമ്പോഴേക്കും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചിരിക്കണേ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 11 ഏട്ടയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബർത്ത്ഡേയുടെ സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്യും. കേക്ക് മുറിച്ചിട്ടൊരു അങ്ങനെ വലിയ ആഘോഷം കുഞ്ഞൊരു ആഘോഷമായിരിക്കും. കേക്ക് മാത്രം മുറിച്ചിട്ട് അങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് പറഞ്ഞു കേക്ക് വാങ്ങണ്ട എന്ന് വിചാരിച്ചു. കേക്ക് വാങ്ങാണ്ട് നമുക്ക് വൈകുന്നേരമൊക്കെ നമ്മൾ പുറത്ത് വാങ്ങി വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങേണ്ട വേണ്ട, കേക്ക് വാങ്ങിച്ചാൽ ആരായിരിക്കും, ഞാൻ മാത്രം കഴിക്കും. അപ്പോൾ വിചാരിച്ച് കേക്ക് വാങ്ങണ്ടെന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സർപ്രൈസ് കേക്ക് കട്ടിങ്. പേട്ടയ്ക്ക് അറിയത്തില്ല കേക്ക് മുറിക്കുന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ സെലിബ്രേഷൻ ഒന്നും ഉണ്ടാവില്ലെന്ന് വെച്ചിരിക്കണേ. അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ അമ്മയും എൻ്റെ അനിയനൊക്കെ പോയി ഡെക്കറേറ്റ് ചെയ്യും. എനിക്ക് മുടി ഇരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. അപ്പം ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഏട്ടേക്ക് അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴേക്കും അപ്പോൾ ഞാൻ അത് മുന്നേ എത്തിയിട്ടുണ്ടാവും. പോയിട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ കാണുമ്പോൾ നല്ല സർപ്രൈസ് ആവും. കാരണം സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കറക്റ്റ് കേക്ക് മുറിക്കില്ല എന്നൊക്കെ നമ്മൾ വേണ്ട, നമുക്ക് ജസ്റ്റ് ഔട്ടിങ് മാത്രം മതി ഓർത്തിരിക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും കുഞ്ഞൊരു കേക്ക് കട്ടിങ് കൂടെ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. കാരണം ഞാൻ അല്ലുവാവിനെ കൊണ്ടിട്ടൊരു ഗിഫ്റ്റ് കൊടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് വിചാരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് കാർഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. സർപ്രൈസ് ആയിക്കോളാം. അപ്പോൾ എന്തായാലും എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും സമയം കാണാൻ റെഡി ആവുകയാണ്. ഡ്യൂട്ടിക്ക് പോകണം. പോയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും കുഞ്ഞൊരു ഔട്ടിംഗ് ഉണ്ട്. ഔട്ടിംഗ് എന്ന് വെച്ചാൽ പിള്ളേരെ കൊണ്ടൊന്ന് വർക്കിലൊക്കെ പോകാം, അത് ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ചായയൊക്കെ പെട്ടെന്ന് കുടിക്കുവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ചും ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാകാൻ പോകാം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചായിട്ട് ജലദോഷവും അങ്ങനെ കാര്യം കോൾഡൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പം ഇതിൻ്റെ രുചിയൊന്നും അറിയില്ല, മണമൊന്നും അറിയില്ല എന്നറിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ടൊന്നും മണമൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതേ റെഡി ആയി. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതെനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ അനിയൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനൊരു 7:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 40 മിനിറ്റ് ഉണ്ട്. 8:10 എത്തും. അങ്ങനെ പിന്നെ ജോലി സ്ഥലത്ത് നിന്നിട്ട് പിന്നെ അങ്ങനെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞായറാഴ്ച നമ്മൾ ഉച്ചയ്ക്കായപ്പോഴൊക്കെ ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തി വന്നു. ഒരു 1:15 നമ്മൾ ചെറുതായിട്ടൊക്കെ ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്നൊരു ഫംഗ്ഷന് പോയേക്കുക. അപ്പോൾ അവരിപ്പോൾ വരും. കുറച്ചൊക്കെ ഞങ്ങൾ ഇവിടെ കേക്കൊക്കെ അകത്തിരിക്കുക. എടുത്തുകൊണ്ട് വരണം. ഇവിടെ ലൈറ്റ് ഇവിടെ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. അത്ര വിളിച്ചു കേട്ടോ. എടുക്കള വേറെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വരണുണ്ടേ. മഞ്ചോ ഇവിടെ എന്താ കയറി വരാത്തത്? ഞാൻ മാത്രമുള്ള അകത്ത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ആരുടെ ബർത്ത്ഡേയാ? ഇത് ആരുടെയാ? ആദ്യമൊക്കെ ഞാനും വന്നോണ്ടോ? ഇതിൽ എഴുതിയൊക്കെ എന്താ നോക്കിയേ? ഇങ്ങോട്ട് വന്ന് നോക്കിയേ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. Happy birthday to you. Happy birthday to you. Happy birthday. അളിയോ മെഴുത്തിരി എടുത്ത് കളാ. ഇനി എടുക്കണെങ്കിലേ ഇത് അണയാത്തത്. ഇത് മറ്റേ തിരിയാണോ? അച്ഛ ഇവിടെ
നമ്മുടെ പോയി എടുത്തു ഷർട്ട് ഓ ഉടനെ ഇതിനകത്ത് നോക്കണം. അല്ലു കൊള്ളാം. ഇത് പെട്ടെന്ന് കത്തി തീർന്നു. ഇപ്പൊ കത്തിച്ചേ ഉള്ളൂ. ഇത് 2 സെക്കൻഡ് പെട്ടെന്ന് ഉള്ളിൽ തീർന്നു. ഹാപ്പി ബർത്ത്ഡേ. മെഴുതിനെടുത്തോളൂ. ആ മെഴുതിനെടുത്ത് പോന്നെ. അച്ഛനോട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. സമ്മാനം നോക്കട്ടെ. ആരുടെ അച്ഛനോക്ക് അച്ഛനെ പിന്നെ കേവി എനിക്ക് വാച്ച് ചെയ്യാൻ പ്രതീക്ഷ. അല്ലുവിന് കേക്ക് നിറച്ച് കേക്ക് പാവം ഇപ്പൊ തുറക്കുമ്പോ കാറ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക. വാങ്ങിച്ചിട്ട് വരാം. നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാലോ. അവിടെ നിന്ന് വാങ്ങിക്കാം. ഈ കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പൊ വാങ്ങിച്ചിട്ട് വരാം. ഞങ്ങളിത് അല്ലുവിനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്നേക്കുവാണ്. കരച്ചിലായിട്ട് കൂട്ടിട്ട് പതുക്കിട്ടോ. അപ്പൊ തന്നെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഇറങ്ങി. എന്റെ ഹൃദയം പൊട്ടി കൊച്ചു കരഞ്ഞു. അവന്റെ ബർത്ത്ഡേ ആണെന്ന് ഓർത്തിട്ടെ. അല്ലുപ്പനാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് കരയായിരുന്നു. അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ കവർ തുറക്കുമ്പോ ഇപ്പൊ കുഞ്ഞിക്കാറ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതാ. കവർ തുറന്നപ്പോ വാച്ച്. ഞങ്ങൾ പിന്നെ അപ്പൊ തന്നെ പോയിട്ട് ഗിഫ്റ്റ് അവനുള്ള ഗിഫ്റ്റ് കുഞ്ഞായിട്ട് പാക്ക് ചെയ്ത് വാങ്ങിച്ചോണ്ട് പോരുവാണ്. കല്ലുവിന്റെ റിയാക്ഷൻ കാണാം. നമ്മള് വീട്ടിലോട്ട് കേറുവാണേ. തോക്ക് രണ്ടാമത് കൊടുക്കാതെ. തോക്ക് രണ്ടാമത് കൊടുക്കും. ആ തോക്ക് ആദ്യം കൊടുക്കണം. തോക്ക് രണ്ടാമത് കൊടുക്കണം. ഗിഫ്റ്റേന്ന് പറഞ്ഞു വരും. ബർത്ത്ഡേക്കാരനെ കൂട്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയേക്കോ. ഗിഫ്റ്റ് അമ്മ പറഞ്ഞ കട ഇരിപ്പുണ്ടെന്ന്. എവിടെ? എന്താ അത്? ബർത്ത്ഡേക്കാരന് ഗിഫ്റ്റ് തുറന്നു നോക്ക്. എന്താ അത്? ഹൃദയം പൊട്ടിയ വീട് എന്റെ കിടക്കും. എന്താ അത്? തുറന്നു നോക്ക്. അതെന്താ അത്? ആ ഒന്നും എടുത്തില്ല. ലോറി കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ. സത്യം അത് കണ്ടോടിയതാ. വേറൊരു സാധനം ഉണ്ടല്ലോ. വേറൊരു സാധനം ഉണ്ടല്ലോ. ഇതെന്താ നോക്കിക്കേ. ഇന്നലെ ആ കൊച്ചിനെ കുറെ ഇത് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടിയതാ. കാണിക്ക്. തിരിച്ചോക്ക്. തോക്ക്. ഓ
ഇപ്പൊ കരഞ്ഞോണ്ട് ഓടി നോക്കി. അത് മാവ ഒരെണ്ണം എടുത്തോട്ടെ തന്നെ, ഒരെണ്ണം കൊടുക്കും പാവം മാവയ്ക്ക്. അങ്ങനെ ബർത്ത്ഡേക്ക് നമ്മൾ എവിടെ പോവാണ്? ഞങ്ങളുടെ സ്ഥിരം സ്ഥലം. അമ്മ ടർക്കിയും കൊണ്ട് വരുന്നുണ്ട്. തേജു ഇത്ര 5-6 എടുത്തോ മമ്മിക്ക്. ഏറ്റ അറിയോ? ആ കുറച്ച് ശരി. ഹലോ ഹലോ ഹലോ, എന്താ എന്താ? ഞങ്ങളപ്പോ പാർക്കിൽ പോവാട്ടോ. ഇവിടെ തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ മറ്റേ ഹിൽ പാലസിന്റെ അവിടെയൊക്കെ ആയിട്ട് ഒരു പാർക്കിന്റെ പേരിനായിട്ട് തണ്ണീർച്ചാൽ പാർക്കുണ്ട്. ആ പാർക്കിൽ പോവാണ്. നമുക്ക് എന്താ ആഘോഷം ഉണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ പാർക്ക്, അതൊരു ചേച്ചിയാണ്, ഫസ്റ്റ് നമ്മൾ പാർക്കിൽ പോകും. കാരണം ഏത് ഹായ് പറഞ്ഞതാ? ആ അപ്പൊ നമ്മളെപ്പോഴും ഫസ്റ്റ് എന്തേലും ഇങ്ങനത്തെ ഒരു വിശേഷ ദിവസം നമ്മൾ പാർക്കിലാണ് പോണേ. എപ്പോഴും പാർക്കിൽ 6 മണിയായി, അവിടെ 8 മണി. അത് സത്യം കേട്ടോ, അവിടെ 8 മണി വരെ ഉണ്ട്. ഞാൻ ഭക്ഷണം കൊടുത്തു അവർക്ക് 2 പേർക്കും ഇറങ്ങിയത്. അയ്യോ, അപ്പം അതിലിപ്പോ എഴുന്നേരം താമസിച്ചല്ലേ, താമസിച്ചു പോയി നമ്മള്. അപ്പൊ നമ്മള് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. നെജൂട്ടി മിക്കവാറും ഇപ്പൊ ഉറങ്ങും. അപ്പൊ എന്തായാലും പാർക്കിൽ പോയിട്ട് ഇന്ന് എന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഒരു ഫുൾ ഡേ കറക്കം എടുത്തിരുന്നത് അല്ലേ? സൺഡേ അത് മറ്റേ അല്ല, ഞാൻ പറഞ്ഞത്. അപ്പൊ ഏട്ടൻ പറഞ്ഞു വേണ്ട, എവിടെല്ലാം ഇവിടെ പിള്ളേർക്കായിട്ട് പാർക്കിൽ പോകുന്ന ഏട്ടെ പറഞ്ഞു. ഞാൻ പറഞ്ഞ എവിടെല്ലാം കറങ്ങാൻ പോകും. എന്തായാലും അടുത്ത ബർത്ത്ഡേ വരെ കുഞ്ഞാപ്പി ആരാ? പിന്നെ കളർ എന്താ? ഗ്രീൻ. കുഞ്ഞാപ്പി ആരാ? ആ കുഞ്ഞാപ്പി ആരാണ് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോയില്ല അവിടെ 1 ദിവസം. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് പോകാമെന്ന് വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഡ്യൂട്ടിയും വന്നു, പിന്നെ എനിക്ക് പോകാനും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ പോയില്ല. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെന്തായാലും പോകാമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ആ വഴിക്കാണ് പാർക്കിൽ പോണത്. അപ്പം ഏട്ടാ അല്ലുകുഞ്ഞും കൂടെ അവിടെ പോയിട്ട് ദക്ഷിണയൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് കേട്ടോ. മീൻസ് ദക്ഷിണ ഭണ്ഡാരത്തിൽ പൈസയൊക്കെ ഇട്ടിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടി കൈ നീട്ടാൻ പറഞ്ഞിട്ട് ഇപ്പുറത്തെ കൈ നീട്ടിയത്. ഇതാണ് ഞാൻ ഏട്ടയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത വാച്ച്. ഒരു സ്മാർട്ട് വാച്ചാണ് കേട്ടോ. നമ്മൾ എന്താ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തതാണ്. ചെയിനൊക്കെ വെച്ചിട്ടൊരു സ്മാർട്ട് വാച്ചാണ്. അതുകൊണ്ട് നമ്മൾ നേരെ പാർക്കിൽ പോയി. ഇതാണ് നമ്മൾ സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന ഞായറാഴ്ചകളൊക്കെ പോകുന്നൊരു പാർക്ക്, തൃപ്പൂണിത്തുറയിൽ തണ്ണീർച്ചാൽ പാർക്ക് എന്ന് പറയും. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസ്, എല്ലാ റൈഡുകളും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഭയങ്കര ക്രൗഡായിട്ടുള്ള സ്ഥലം, ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഒരു ഭയങ്കര ക്രൗഡിൻ്റെ ഇടയ്ക്കുള്ള പാർക്കല്ല, ഇച്ചിരി ഉള്ളിലോട്ട് കയറിയ പാർക്കാണ്. കാരണം എല്ലാവർക്കും തെച്ചുകുട്ടിക്കാണെങ്കിലും അല്ലിപ്പിൻ്റെ പ്രായത്തിലൊക്കെ ആണെങ്കിലും പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ്. പിന്നെ നമുക്ക് ആടാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട്, വലിയ ആൾക്കാർക്കുള്ള ഊഞ്ഞാലുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം, കുറച്ച് ഏകദേശം ഒരു 7-7:30 വരെ നമ്മൾ അവിടെ തന്നെ ഫുൾ പിള്ളേരെ കളിപ്പിച്ചൊക്കെ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. അവിടെ ചെന്നാൽ പിന്നെ അല്ലുകുഞ്ഞിന് വേറെ ഒന്നും വേണ്ട, തന്നെ ഓടി കളിച്ചോളും. നമ്മളൊന്നും പുറകെയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് ഇഷ്ടം പോലെ അവൻ എല്ലായിടത്തും ഓടി കളിച്ചോളും. ഇപ്പം അല്ലുകുഞ്ഞിൻ്റെ അതേ സ്വഭാവം ഇപ്പോൾ കാണിച്ചു കൊടുക്കും തെച്ചുകുട്ടി. അവൾ ഇതുപോലെ ഫുള്ള് ഓടി നടക്കുക. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ ഓടുമ്പോഴും അല്ലെങ്കിൽ ഊഞ്ഞാലേക്ക് ആടുമ്പോഴും ഇടി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും തെച്ചിട്ട് പുറകെയായിരുന്നു. ഏട്ടയെ തെച്ചിട്ടിട്ട് പുറകെ, ഞാൻ അല്ലുവാവിൻ്റെ പുറകെ, അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഫുൾ അതെല്ലാം കൂടെ ക്യാപ്ചർ ചെയ്തു. അവൻ തന്നെ ഇത് കയറി കേട്ടോ. ഈ സാധനം ഈ കല്ല് കയറി കയറിക്കോ. ഉടുപ്പ് കാത്തിട്ട് കൊടുത്തേ, ഉടുപ്പ്. വരുമോ നോക്ക്.
അപ്പുറം കൂടെ കയറ്റുക, അത് കഴിഞ്ഞിട്ട് അപ്പുറം കൂടെ കയറ്റ്. ഭയങ്കര സന്തോഷമാണ്, കയറാൻ നോക്കട്ടെ. പേടിക്കോ നോക്കട്ടെ. അവിടെയൊക്കെ പോയി കേട്ട് ലാസ്റ്റ് വന്നാൽ മതി. വന്നുണ്ടോ? ആ വന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം സന്ധ്യയൊക്കെ ആയപ്പോൾ റൈഡിനൊക്കെ ഇറങ്ങി കിട്ടും. പിന്നെ ജസ്റ്റ് ഐസ്ക്രീം ഒക്കെ കഴിക്കാമെന്ന് വെച്ചാൽ അവിടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി ഐസ്ക്രീം ഒക്കെ കഴിക്കാനായിട്ട് പോയേ. എന്തോ തിരിച്ച് വീട്ടിൽ വന്നു കഴിച്ച് നിങ്ങളിപ്പം 9 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പുത്തലൂരത്തേക്ക് പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, എല്ലാം എടുത്ത് വെക്കുക. ഞാൻ ഊരിക്കാൻ വരാം. ഞങ്ങൾ ഇറങ്ങട്ടെ, ആദ്യം സമയം പോയി. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ പോന്നിട്ടാണ് പിന്നെ ഏട്ടൻ്റെ വീട്ടിലോട്ട് വന്നത്. അപ്പോഴേക്കും ഏകദേശം 10-10 നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നേ. അങ്ങനെ ഇത്രയാണ് നമ്മുടെ കുഞ്ഞൊരു ബർത്ത്ഡേ ഔട്ടിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വന്നുകൊണ്ട് പിള്ളേരൊക്കെ ഉറക്കി കേട്ടോ. അതുകൊണ്ട് പിന്നെ അവരൊന്നും പിന്നെ അധികം കാണിക്കാതെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ.